എന്റെ കല്യാണി കുട്ടി തോന്നി കല്യാണി കുട്ടി എന്റെ കല്യാണി കുട്ടി മാമ ഈ പെട്ടി കൂടെ കൊണ്ടോ വാവാ ഫിഗർ പോവും ഇതോടെ കൊണ്ടോ വാവാ അതുണ്ടെങ്കിൽ കേമ ദൈവമേ കല്യാണി കുട്ടി അച്ഛാ എന്ത് പറ്റി? ഇപ്പോഴും എന്റെ ആ പഴയ കൊച്ചു കല്യാണി കുട്ടി തന്നെയാണ്. നീ അവിടെ കാരണം എന്താ നീ ഇതാണ് അമേരിക്കന്റെ കോളം. അമേരിക്കൻ ഷൂ ഇല്ലാണ്ട്. അവിടെ ഷൂ വേണ്ട ആ കോട്ട് കണ്ട. അതെ ഒരു അച്ഛന്റെ വാത്സല്യം പറ. നിനക്ക് അച്ഛന്റെ വാത്സല്യം ഇത് അച്ഛന്റെ വാത്സല്യം ഒരു കിളവന്റെ ഗിരിയിരിപ്പ് ഇവിടെ. ആ വിഷ്ണു 15 ദിവസം മാത്രമേ എനിക്ക് ലീവ് ഉള്ളൂ. എന്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം. പറ അമ്മാവാ. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം, ആൺകുഞ്ഞാണെങ്കിൽ. അമ്മാവാ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ അതിന് എന്റെ പേരിടണം. എങ്ങനെ മാമ ഒരു കൊച്ചിന് പെരിച്ചാഴിന്ന് പേരിടുന്ന അറിവില്ലാത്തോണ്ട് ചോദിക്കും. ഒരു കൊച്ചിനൊക്കെ എങ്ങനെ പെരിച്ചാഴിന്ന് പേരിടും? ആ കൊച്ചു വലുതായി ആദ്യ ആഴി എല്ലാം തന്നെ അടിക്കും. അഥവാ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ അവൾ അമ്മയുടെ പേരിടണം. അതെന്താണ് പേര്? എന്റെ ഭാര്യയുടെ പേരിടണം. വേറെ തരും അനുമോൾ അനിക്കുട്ടി. അല്ല കാലൊക്കെ രഹസ്യ പേരല്ലേ? അതല്ല, ഇനി നിങ്ങൾക്ക് അല്ലാതെ വീണ്ടും ഒരു ആൺകുട്ടി ജനിക്കണമെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി നിൽക്കുന്ന ഒരു നല്ല അടിപൊളി പേരിടണം. അതെന്താണ്? കരിപ്പുട്ടി സതീശൻ. എന്നിട്ട് എക്സസൈസുകാരെല്ലാം എല്ലാം പിടിച്ചോണ്ട് പോവാൻ അത് നടക്കൂല. കൈമളെ അണ്ണാ അവിടെ ദേവിക്ക് പൂജ ചെയ്യണം. എനിക്കുന്ന കുഞ്ഞ് ചാവുകളാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കർപ്പൂരം കത്തിക്കണം. തന്നല്ലേ? ആരെ കഴിക്കണം? കത്തിക്കാൻ പാ. നിന്റെ കയ്യിൽ എന്റെ കൈ കത്തിക്കണോ? നിന്റെ കത്തിക്കണം. ആ ആചാരമൊക്കെ മാറ്റി ഇപ്പൊ കർപ്പൂരം കത്തിക്കണം. നീ ഷൈൻ ചെയ്യും. നിന്റെ കത്തി അല്ല എന്റെ അല്ല കത്തിക്കാനുള്ളത്. ഇപ്പൊ ആ ആചാരം മാറ്റി മാമ അമേരിക്കയിലായിരുന്നു. ഇപ്പം അമ്മാവന്റെ കയ്യിലാണ് കർപ്പൂരം കത്തിക്കുന്നത്. അങ്ങനെ ആക്കിയത് ഇല്ലേ? നല്ലൊരു കാര്യത്തിനല്ലേ? ഞാൻ കത്തിക്കാം. ഞാൻ കത്തിക്കാം. അല്ല കർപ്പൂരം കർപ്പൂരമല്ല ഇത് പെട്രോൾ ചൂട്ട്. അതിന് ഇത് തലവഴി ഒഴിച്ച് നിന്നെ കത്തിക്കുകയാണ്. ഇല്ലേ? അപ്പൊ എന്നെ കത്തി ഞാൻ ചാവൂലേ? ഈ ചാവടം നീ ചത്ത് തൊലയണം, അല്ലാതെ ഒരു അറുമ്പാടം വരൂലല്ലോ. കല്യാണിക്കുട്ടി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് ഒരു വെളുത്ത നക്ഷത്രമായിട്ട് വരും. എടാ എനിക്ക് കാണാൻ പറ്റൂലടാ. അത് ഇവിടെ രാത്രിയാണെങ്കിൽ അമേരിക്കയിൽ പകലല്ലേ? എങ്ങനെ കാണും? അത് ഒരു കാര്യം ചെയ്യോ, നീ ഫോട്ടോ എടുത്തയക്കോ, സൂം ചെയ്ത് കാണാം. എന്റെ കല്യാണിക്കുട്ടി, പട്ടുമത്തയിൽ കിടന്നുറങ്ങേണ്ട കല്യാണിക്കുട്ടി ഈ തറകളോടൊപ്പം എന്താണ് ഇവിടെ? തറയിൽ കിടക്കേണ്ടവൻ ഞാനാണ് തറ. ഓ മൈ കല്യാണിക്കുട്ടി, യു ആർ മൈ ലവ്, യു ആർ മൈ സോൾ, യു ആർ മൈ ഹാർട്ട്, യു ആർ മൈ ഡെസേർട്ട്. ഐ ലവ് യു കല്യാണിക്കുട്ടി. ഓ ഐ ലവ് യു ടു വിഷ്ണു. മ്യൂസിക് ഇറാടാ പ്രാന്താ, മ്യൂസിക് ഇറാ. കൈമളെ അണ്ണാ, അന്തസ്സും ആഭിജാത്യവും തറവാടിത്തോൺ കാണാൻ സൗന്ദര്യമുള്ള ഒരു മരുമകനാണ് എനിക്ക് തന്നത്. നന്ദി ഉണ്ടോ വിഷ്ണു? വിഷ്ണു അച്ഛാ വിഷ്ണു ഇവിടെ. വിഷ്ണു ദ്രോഹി, റിഹേഴ്സൽ സമയത്ത് ഇതില്ല, ഇങ്ങനൊരു സീനില്ല. എന്നെ ചതിക്കരുത്. എനിക്ക് ഷുഗറും ബി പി ഒക്കെ ഉള്ളത്. ഞാൻ പുഴുത്തിയാവും. അടിച്ച് വിട്ടായി കിടന്ന് ഉറങ്ങണം. ഇനി നാളെ രാവിലെ ചായം കൊണ്ടുവരുമ്പോൾ ഞാൻ എന്നെ ചതിച്ച്. അങ്ങനെ ഒരു സീനില്ല. ഇതിലില്ല. എന്നെ ചതിക്കരുത്. എനിക്കായി ഒരു കാര്യം ചെയ്യും. ഈ സീനിന്റെ ക്ലൈമാക്സ് പറയേണ്ട ഞാനാണല്ലോ. അവന് മാത്രമല്ലേ ഈ ഫിഗർ. നമ്മൾ ഈ ഫിഗർ ചെയ്താൽ ശരിയാവും. അപ്പൊ നമുക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ. ആ മ്യൂസിക്കറേ, ജീവിക്കാൻ ഇപ്പൊ എനിക്കൊരു മോഹമൊക്കെ തോന്നുന്നു. അതുകൊണ്ട് എന്നെയും ഈ കിടക്കുന്ന കിഴങ്ങനെയും ആ മലയണ്ണാനെയും കൊല്ലാതിരിക്കാൻ പറ്റുമോ രഞ്ജിനി മേഡം? ഇല്ലല്ലേ? പറ്റില്ലല്ലേ? സാരമില്ല, ഇതുപോലുള്ള അവസരങ്ങളിൽ ഞാൻ തന്നെ സ്വയം കുത്തിച്ചാകാറുണ്ട്. മൂർച്ച ഒരല്പം കുറവാണ്. കല്യാണിക്കുട്ടി, ഇതെവിടെ നിന്ന് വന്നത്? ഇപ്പോഴാണ് നിനക്ക് നേരം വെളുത്തത്. നിന്നോട് മാത്രം എങ്ങനെ യാത്ര പറയണം എന്ന് എനിക്കറിയില്ല. ചെവി പറഞ്ഞാൽ മതിയടാ. ചെവിയിൽ മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കാൻ പറ്റും. നാളെ നേരം വെളുക്കുന്നവരെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച എന്റെ കണ്ണാടിക്കുട്ടി, നാളെ നേരം വിളിക്കുന്നവരല്ലടാ, ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനുള്ള സാധനം ഇപ്പൊ ഡയറക്ടർ ഭാഗത്ത് നിന്ന് വരും. പിന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് വരും. അത് വിട്, നീ ബാക്കി പറ. ജീവിക്കാൻ ഇപ്പൊ എനിക്കൊരു മോഹമൊക്കെ തോന്നുന്നു. ഇത്ര മാച്ച് കെട്ടിട്ടാണോ? നിന്റെ അഹങ്കാരം തന്നെ നിനക്ക്. എന്റെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ തന്നെ കിടന്ന് ചോദിച്ചിട്ട് അവസാനം ഞാൻ സ്വയം കുത്തിയാണ് ചത്തേക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്യും, വേണമെന്നുണ്ടെങ്കിൽ നീയും കൂടെ ഒരു കുത്തു. വേണ്ടാ, ഞാൻ തന്നെ നിന്നെ തല്ലിക്കൊല്ലാം തന്നെ. ഓ ഒരു സാധനം കാണിക്കാൻ പറഞ്ഞു. കല്യാണിക്കുട്ടി, ഇനി അതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇനി അതിലായിരിക്കും റേറ്റിംഗ് ഉണ്ടാക്കുന്നത് അവന്റെ. കൈമളെ അണ്ണാ. ഇല്ല ഒരു സാർ, നീ കുറെ നേരം കൊണ്ട് അണ്ണാന്ന് വിളിക്കുന്നു, ഞാൻ വിളിയും കേൾക്കുന്നുണ്ട്.
നീ അണ്ണാന്ന് എന്നെ വിളിക്കണത് പറയാനെ കൊണ്ട്. അന്തസ്സും ആഭിജാത്യവും തറവാടുത്തും കാണാൻ മഹിമയൊക്കെ ഉള്ളൊരു മകൻ. മകനാക്കിയണ്ണ എന്റെ മ്യൂസിക് അണ്ണാ എടാ നീ എന്നെ അണ്ണാന്ന് എന്നെ പല കോമഡി സ്കിറ്റ്സ് അല്ലെങ്കിൽ പല ചാനലിൽ പല ഇത്തരത്തിലുള്ള ഹ്യൂമർ സീക്വൻസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതൊരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ലൈക്ക് ഈ ഒരു സ്പൂഫ് നിങ്ങൾ ചെയ്തപ്പം സൂപ്പർ. മാം, ലൈക്ക് യുവർ സിൻസിയർ ഒപ്പീനിയൻ പ്ലീസ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒബ്വിയസ്ലി ഇവരെല്ലാം നന്നായിട്ട് ചെയ്തു. അമേരിക്കൻ സൂപ്പർ അച്ഛനെ കണ്ണില്ല. എവിടുന്ന് കിട്ടും അല്ലേ? നന്നായിരുന്നു. ഐ റിയലി ലവ് ഇറ്റ്. Thank you so Thank you, much. madam. And thanks a lot. Expecting more from you guys. കാരണം ഈ ഒരു കോംബോ that's amazing. Super. നല്ലായിരുന്നു. TTR നല്ലായിരുന്നു. രണ്ട് കാലഘട്ടത്തിലെ TTR മാരാണ്. അണ്ണാ